പാഠം 260. യന്ത്രങ്ങൾ യന്ത്രങ്ങൾ. ചായ. എവിടെ എവിടെ പോയി? ആഹാ, രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങിയ തിരക്കാണല്ലോ സാറേ. ഇതെന്താ, വില്ലേജ് ആഫീസിന്റെ ആധാരം എഴുതുകയാണോ? ഇങ്ങനെ മെനക്കെട്ട് എഴുതണമെങ്കിൽ തക്കതായ എന്തെങ്കിലും കാരണം വേണമല്ലോ. അതെന്താന്നൊന്നും പറഞ്ഞൂടെ? ഭാമേ, ഒരു നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്കായി കേരള സർക്കാർ ചെയ്യുന്ന ഒരു വലിയ സേവനത്തിന്റെ കടലാസ് പണികളാണിത്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കത് മനസ്സിലാവില്ല. എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോ അങ്ങനെ മനസ്സിലായി പോയല്ലോ. നമ്മുടെ വില്ലേജിൽ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുറെ മൊബൈൽ ടവറുകളുണ്ട്. നിന്നെപ്പോലുള്ള അഹങ്കാരികൾക്ക് തോന്നും പോലെ ഫോൺ വിളിക്കാൻ. ആ മൊബൈൽ ടവറുകൾ മനുഷ്യന് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന റേഡിയേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടത്തെ ഒരു പരിസ്ഥിതി സംഘടന കോടതിയിൽ പോയിരിക്കുക. ദരിദ്രരായ ആളുകൾ തെങ്ങിപ്പാർക്കുന്ന സൗത്ത് കോളനിയിൽ മാത്രം 7 ടവറുകളുണ്ട്. ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന ടവറുകൾ അവിടെയുള്ള പാവങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു എന്നാണ് പരാതി. സംഭവത്തെ പറ്റി അന്വേഷിക്കാൻ കോടതി കളക്ടറോട് പറയുന്നു. കളക്ടർ തഹസിൽദാരോടും, തഹസിൽദാർ മോഹനകൃഷ്ണനും പറയുന്നു. അത്രേ ഉള്ളൂ കാര്യം. പറഞ്ഞു അത്രേ മനസ്സിലായി. പക്ഷേ മൊബൈൽ ടവറുകൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും എന്തന്വേഷിക്കാനാണ്? അത് ചെയ്യുന്നത് ഡോക്ടർമാരല്ലേ? അത് അന്വേഷിക്കുന്ന ഡോക്ടർമാരാണ്. പക്ഷേ ഈ ടവറുകളുടെ ലൊക്കേഷൻ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ വില്ലേജിൽ നിന്ന് കൊടുക്കേണ്ടി വരും. നീ പണ്ടൊരു ദിവസം ചോദിച്ചാൽ ഇപ്പോൾ ഓർക്കുന്നു. മോഹനേട്ടൻ വലിയ മൊബൈൽ ഫോൺ വിരോധിയാണല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന്. അത് പണ്ടത്തെ ചോദ്യമല്ല, ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. മോഹനേട്ടൻ മൊബൈൽ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഞാൻ മൊബൈൽ ഉപയോഗിക്കാതെ മാറ്റം വരുത്താൻ പോകുന്നത്. പിന്നെ ഈ മൊബൈൽ ടവറിന്റെ ലൊക്കേഷന്റെ ശരിയായ വിവരങ്ങൾ കോടതിയിൽ എത്തിക്കഴിയുമ്പോ കോടതി അതിന് സമാധാനം കണ്ടെത്തിക്കോളും. ഇത്രയും ടവർ അവിടെ പറ്റില്ല, അവിടെ നിന്ന് അത് മാറ്റണം എന്ന് പറയും. അപ്പോ അവരാ ടവർ മാറ്റി കുറച്ചും കൂടെ ദൂരെ സ്ഥാപിക്കും. അതുകൊണ്ടെന്താ? സാധാരണക്കാരായ മനുഷ്യരെ രോഗികളാക്കുന്ന ഈ മൊബൈൽ ടവറുകൾക്ക് അത്രയെങ്കിലും ദ്രോഹം ചെയ്യാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമായി ഞാൻ കരുതിക്കോളാം. മനസ്സിലായോ? മോഹനേട്ടന്റെ ഈ സംസാരം കേട്ടാ തോന്നും ആ മൊബൈൽ ടവറുകളൊക്കെ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത് ഈ ഞാനാണെന്ന്. ഇതിലെനിക്ക് ഒരു പങ്കുമില്ല. മൊബൈൽ ടവറുകൾ അവിടുന്ന് മാറ്റിയാൽ എനിക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോണില്ല. എനിക്ക് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. മോഹനേട്ടാ, ഇതൊന്നുമല്ല ആളുകൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യേണ്ടത്. കാലം മുന്നോട്ട് പോകുമ്പോൾ സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കും. ആ പുരോഗതി ഉപയോഗിക്കുന്നതിന് പകരം എനിക്ക് പഴയത് മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മോഹനേട്ടന്റെ സ്വഭാവമാണ് കഷ്ടം. മോഹനേട്ടാ, ഇന്നലെ നമ്മുടെ രാജ്യം ചൊവ്വയിലേക്ക് നിരീക്ഷണ ഉപഗ്രഹങ്ങൾ അയച്ച ദിവസമായിരുന്നു. രാജ്യവും ലോകവും അത്രയ്ക്ക് പുരോഗമിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ആളുകൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോയി തുടങ്ങും. അപ്പോഴും എന്റെ വില്ലേജ് ഓഫീസർ മാത്രം മൊബൈൽ ഒന്നും ഉപയോഗിക്കാതെ ഇവിടെ അങ്ങനെ അങ്ങ് കഴിയും. ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ അങ്ങനെ പെട്ടെന്നൊന്നും ആരും കയറി പോകില്ല.
ശ്വസിക്കാൻ ഓക്സിജനും കുടിക്കാൻ വെള്ളവും ഗുരുത്വാകർഷണ ബലവും ഇല്ലാത്തിടത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അറിയാനുള്ള കൗതുകം കൊണ്ട് പോയി നോക്കാം, അത്രേ പറ്റൂ. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ക്രിക്കറ്റ് കളി അതേ സമയത്ത് നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് കാണാൻ പറ്റുമെന്ന് 100 കൊല്ലം മുന്നേ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് അവർക്ക് ഭ്രാന്താണ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. വികസനം വരുമ്പോൾ അതിന്റെ കൂടെ പോകുന്നതിന് പകരം ഒന്ന് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഭീരുക്കളാണ്. ഈ വികസനം വികസനം എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല. എന്ത് വികസനം വന്നാലും കഴിക്കാനുള്ള ഭക്ഷണം മണ്ണിൽ നിന്നല്ലേ കിട്ടൂ. കുടിക്കാൻ വെള്ളം തന്നെ വേണ്ടേ? പാടങ്ങൾ നികത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ഇന്നലെ ശിശുപാലൻ പറയാ നെൽകൃഷി നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിക്കാൻ അരി വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ശിശുപാലൻ പറഞ്ഞ ന്യായം ആന്ധ്രയിലും ബംഗാളിലൊക്കെ ഉണ്ടല്ലോ എന്നും അവിടെ നിന്ന് വാങ്ങാമല്ലോ എന്നും. ശരിയല്ലേ? ഇപ്പോ അത് ശരിയായിരിക്കും. പക്ഷേ നിന്നെയും ശിശുപാലനെയും പോലുള്ള പരിസ്ഥിതി വിരുദ്ധരെ പോലെ ആന്ധ്രയിലുള്ളവരും ബംഗാളിലുള്ളവരും ചിന്തിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? അവർ നെൽകൃഷി നിർത്തിയാൽ പിന്നെ നീയൊക്കെ തേങ്ങാ പിണ്ണാക്കിൽ നിന്ന് ജീവിക്കേണ്ടി വരും. അഹങ്കാരികൾ. തേങ്ങാ പിണ്ണാക്കോ? അങ്ങനെ തർക്കം മൊബൈൽ ഫോണിൽ നിന്നും തേങ്ങാ പിണ്ണാക്കിലെത്തി. ഇനി എന്താണ് വില്ലേജ് ഓഫീസറുടെ പരിപാടി? എന്റെ പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നീ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കാം. ദൈവത്തെ ഓർത്ത് നിനക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഇറങ്ങി പോവാമോ? അങ്ങോട്ട് പോണോ? നീ എങ്ങോട്ട് ഇറങ്ങി പോ. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. കേടായോ? ഭാമേ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോയത്? ഭാമേ, പറയൂ. ഫോൺ എന്ത് പറ്റി? എന്തുപറ്റി? എനിക്കറിഞ്ഞൂടാ. നിനക്കറിയാതെ പിന്നെ? ഇന്നലെ രാത്രി ഞാൻ ഈ ഫോണിൽ നിന്ന് വിളിച്ചതാണ്. ഞാനും അതിനുശേഷം ഈ ഫോണിൽ നിന്ന് വിളിച്ചിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് വിളിക്കണമെങ്കിൽ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അതാവുമ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേടാവില്ലല്ലോ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നല്ലോ. താലൂക്ക് ഓഫീസിലെ സഹദേവനെ അത്യാവശ്യമായിട്ട് ഫോണിൽ കിട്ടിയാൽ മതിയാവൂ. ഞാൻ എന്ത് ചെയ്യാനാണ് മോഹനേട്ടാ? എനിക്ക് ഫോൺ നന്നാക്കാൻ അറിയില്ല. ഞാൻ വളരെ സാധാരണക്കാരിയായ ഒരു വക്കീലാണ്. മോഹനേട്ടാ, അത്യാവശ്യമാണെങ്കിൽ എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കാം. ഒരു കോളിന്റെ കാര്യമല്ലേ ഉള്ളൂ. മോഹനേട്ടൻ എന്റെ ഫോൺ ഉപയോഗിച്ച കാര്യം ഞാൻ ആരോടും പറയില്ല. വേണ്ട, നിന്റെ ഉദ്ദേശം എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ നിവർത്തികേടിനെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് നിന്റെ മൊബൈൽ ഉപയോഗിപ്പിക്കുക. എന്നിട്ട് നാട് നീളെ ഇങ്ങനെ നടന്നിട്ട് മോഹനന്റെ മൊബൈൽ ഉപയോഗിച്ചു, മോഹനന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ എന്റെ നാണം കെടുത്തുക. ഭാമേ, ആ അടവ് നിന്റെ ഈ കയ്യിൽ വെച്ചിരുന്നാൽ മതി. എനിക്ക് നിന്റെ മൊബൈൽ വേണ്ട. സാറേ, ഉത്തമന, ഞാൻ തിരക്കിലാണ്. ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കാൻ പറയും. ചെല്ല് ഭാമേ. ഇതിപ്പോ എങ്ങനെയെങ്കിലും ശരിയാക്കില്ലേ പറ്റൂ.